അടുത്ത് നോക്കാൻ പോകുന്നത് സർക്കിൾസാണ്. സർക്കിൾസ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് സർക്കിൾസ്? സർക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 2D ഫിഗറാണ് വിച്ച് ഹാസ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ്. ആ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിനിലെ സെൻറ്ററിൽ നിന്നും ഈക്വലി ഡിസ്റ്റൻസ് എന്ന രീതിക്കായിരിക്കും ആ പോയിൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഡെഫിനിഷനായിട്ട് സർക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ക്ലോസ്ഡ് 2D ഫിഗറാണ് in which set of all points in a plane is equidistant from a given point called center. അതായത് സെൻറ്ററിൽ നിന്നും ഒരു പോയിന്റിലേക്ക് എല്ലാ പോയിൻറ്റ്സും, അതായത് നമുക്ക് എത്ര കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ അകത്ത് അതെല്ലാം ഒരേപോലെ ഇക്വിഡിസ്റ്റൻസ് ആയിരിക്കുന്നതിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. കമ്മിങ് ടു ഓട്ടോക്കാഡ് ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, അത് നമ്മളെ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ ആക്ച്വലി. അതായത് കമ്മിങ് ടു ഓട്ടോക്കാഡിൽ എന്താ പറയുന്നത്, അതിനൊരു സെൻറ്റർ പോയിൻ്റ് കാണും, അതിന് നമുക്ക് റേഡിയസും ഡയമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് സർക്കിൾസ് വരയ്ക്കാം. അത് നമ്മുടെ ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ ക്രിയേറ്റ്സ് ആ സർക്കിൾ ബേസ്ഡ് ഓൺ എ സെൻറ്റർ പോയിൻറ്റ് ആൻഡ് റേഡിയസ് ആർ ഡയമീറ്റർ വാല്യൂ. നമ്മൾ റേഡിയസ് വാല്യൂ ഡയമീറ്റർ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള രീതിക്കുള്ളൊരു സർക്കിളിനെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നു. അപ്പോൾ നമുക്ക് കാണാം എവിടെ നിന്നൊക്കെ അസസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം സർക്കിൾ ആക്ച്വലി നമുക്ക് വർക്ക് ഷീറ്റിൻ്റെ ഏകദേശം ഒരു ലെഫ്റ്റ് മോസ്റ്റ് കോർണറിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നമുക്കതിനെ അസസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റിബൺ ടൂളാണ്. ആ റിബൺ ടൂളിനുള്ളിൽ വരുന്ന ഹോം ടാബിൻ്റെ അകത്ത് ഡ്രോ പാനലിന് തന്നെയാണ് നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിലുള്ള എന്താ പറയുന്നത് ലൈനും പോളിലൈനും സർക്കിൾസും എല്ലാം തന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിബൺ ടൂളിൻ്റെ അകത്ത് നിന്ന് ഹോം ടാബിൻ്റെ ഉള്ളിൽ ഡ്രോ പാനൽ വഴി നമുക്ക് സർക്കിൾ എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു രീതിക്ക് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മെനു ബാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ കിട്ടും. ആൻഡ് വേറെ ഒരു എന്താ പറയുക മെത്തേഡ് മീൻസ് ഷോർട്ട് കീ യൂസ് ചെയ്യാം. അതായത് നമ്മൾ സർക്കിൾ, അതായത് ഓൾമോസ്റ്റ് എല്ലാ കമൻസിൻ്റെയും ഫസ്റ്റ് ലെറ്ററോ സെക്കൻഡ് ലെറ്ററോ ഫസ്റ്റ് 3 ലെറ്റേഴ്സോ ആയിരിക്കും ഓൾമോസ്റ്റ്ലി ഷോർട്ട് കീസ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ ഷോർട്ട് കീ സി എൻ്റർ ആകുമ്പോഴത്തേക്കും സർക്കിൾ വന്നു. നേരത്തെ ഞാൻ ഇവിടെ ഡ്രോയിൽ ഈ സർക്കിൾ ഡ്രോപ്പ് ഡൗൺ ചെയ്ത സമയത്ത് ആക്ച്വലി കുറച്ചധികം വെറൈറ്റീസ് അല്ലെങ്കിൽ വേരിയൻ്റ് ഓഫ് സർക്കിൾസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആ സെയിം സാധനം നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്താലും കിട്ടും. നമ്മൾ ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ സെൻറ്റർ റേഡിയസ് ആണ്. അതിൻ്റെ നെയിം പറയുന്ന പോലെ തന്നെ എന്താ നമുക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതൊർ റേഡിയസ് സെലക്ട് ചെയ്യാം ഏതെങ്കിലും റാൻഡമായിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് സെൻറ്റർ റേഡിയസ് സെലക്ട് ചെയ്യുവാണ്. എന്നോട് പറയുവാണ് സ്പെസിഫൈ സെൻറ്റർ പോയിൻ്റ് ഫോർ ദ സർക്കിൾ. അതായത് ഫസ്റ്റ് നമ്മൾ ആ പേര് പോലെ തന്നെ കൊടുക്കേണ്ടത് സെൻറ്റർ പോയിൻ്റാണ്. സെൻറ്റർ പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തു. സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് എനിക്ക് ഈ ഒരു യെല്ലോ ഡോട്ട് ലൈൻ കണ്ടോ, അതാണ് ആക്ച്വലി എൻ്റെ റേഡിയസ്. അതെനിക്ക് ഇഷ്ടമുള്ള റേഡിയസ് കൊടുക്കാം. ഏതർ എനിക്ക് ടൈപ്പ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ റാൻഡമായിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. റാൻഡമായിട്ട് എനിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ആ യെല്ലോ ലൈൻ എത്രയാണോ അതാണ് റേഡിയസ് വരുന്നത്. ഞാനിവിടെ ആക്ച്വലി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് താഴെ ഒരു 100 എന്ന്. 100 റേഡിയസിൽ വരുന്ന സർക്കിളാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സർക്കിൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആസ് എ നെയിം പറയും പോലെ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഡയമീറ്റർ ആണ്. ആസ് നേരത്തെ പറഞ്ഞ നെയിം പോലെ തന്നെ ഒരു സെൻറ്റർ സെലക്ട് ചെയ്യുക, ഡയമീറ്റർ ഇട്ടാന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെലക്ട് ചെയ്യുവാണ്, ഒരു സെൻറ്റർ പോയിൻറ്റ് സെലക്ട് ചെയ്തു. എന്താ പറയുന്നത്, അപ്പോൾ കണ്ടോ നേരത്തെ റേഡിയസ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് നിൽക്കുകയാണ് ചെയ്തത്. ആ ഒരു യെല്ലോ ഡോട്ട് ഇപ്പോൾ കണ്ടോ പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പോകുന്നത്? അതായത് അത് ഡയമീറ്ററാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, റേഡിയസിൻ്റെ ഡബിളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഡയമീറ്ററും 100 കൊടുത്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവിൽ ശ്രദ്ധിച്ചാൽ ഈ സർക്കിളിനെക്കാളും ചെറുതാണ് ഈ സർക്കിൾ. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് ഞാൻ 100 കൊടുത്തത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഡയമീറ്ററാണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡയമീറ്ററാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ 100. ഒരു ടോട്ടൽ ഡയമീറ്റർ വരുന്ന സമയത്ത് ഈ 100ന് ഡബിളാണ് വരുന്നത്, അത് 200 ആയിരിക്കും. 2 നമ്മൾ കൊടുത്തിരിക്കുന്ന റേഡിയസ് ഏതാണോ അത്.
ഈ നെക്സ്റ്റ് നമ്മൾ സർക്കിളിൻ്റെ ആ ഒരു ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിൻ്റ് ആണ്. 2 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നമുക്ക് 1-2 ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 2 പോയിൻറ്റുകൾ സ്പെസിഫൈ ചെയ്യാം അല്ലേ, അല്ല ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കണക്ക് 2 പോയിൻറ്റ്സ് സ്പെസിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആ 2 പോയിൻറ്റ്സും ഡയമീറ്റർ ആണെന്ന് സങ്കല്പിച്ച് വരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് പോയിൻ്റ് എനിക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് എന്തിൻ്റെ സെയിം പ്രോപ്പർട്ടി ആയിരിക്കും, അതായത് നേരത്തെ കണ്ട സെൻട്രൽ ഡയമീറ്ററിൻ്റെ അതേ ഒരു പ്രോപ്പർട്ടി, ഏകദേശം ഉള്ളൊരു സെയിം പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും ഇതിൽ വരുന്നത്. ഞാനിവിടെ 100 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഡയമീറ്റർ ഇങ്ങനെ വന്നു. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഒരു 2 ലൈൻസാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ലൈൻ മാത്രമേ, എനിക്ക് ലൈനിൻ്റെ എത്രയാണ് ഡിസ്റ്റൻസ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് 2 പോയിൻ്റ് യൂസ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്ത് സെക്കൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്ത് എനിക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. കമ്മിങ് ടു നെക്സ്റ്റ് 3 പോയിൻ്റ്. ലൈക്ക് 3 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ആ 3 പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 പോയിൻ്റ് ഏകദേശം എന്താ പറയുന്നത് ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലാണ് വരാൻ സാധ്യത. അതായത് ആ നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 പോയിൻറ്റ്സും നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾ എന്ന് പറയുമ്പോൾ 2D ഫിഗറാണ്, വിച്ച് ഹാസ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ്. ആ സെറ്റ് ഓഫ് പോയിൻറ്റ്സിൽ 3 പോയിൻറ്റ്സാണ് എന്താ പറയുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന 3 പോയിൻറ്റ്സ്. ഇത് നമ്മൾ ആക്ച്വലി ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് മനസ്സിലാകത്തില്ല, ലൈക്ക് ആ ഒരു എന്താ പറയുക ടൂള് എനേബിൾഡ് ആണോ സ്പെസിഫൈ ആണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് ഫസ്റ്റ് പോയിൻ്റായിട്ടും ഇത് സെക്കൻഡ് പോയിൻ്റായിട്ടും ഈ കാണുന്ന തേർഡ് പോയിൻ്റായിട്ടും അസ്യൂം ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ഡൗൺ ചെയ്ത് 3 പോയിൻ്റ് സെലക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ വേണോ നമുക്ക് ആ 3 പോയിൻറ്റ്സിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഈ പോയിൻറ്റിനെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഈ പോയിൻ്റ് സെലക്ട് ചെയ്തു, പിന്നെ ഞാൻ വന്നു. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സും വായിക്കണം. ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു, എന്നോട് സെക്കൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സെക്കൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്തു. ഞാൻ പിന്നെ വരുവാണ് തേർഡ് പോയിൻ്റ് സെലക്ട് ചെയ്തു. ഈ പിന്നെ ഞാൻ വരച്ച ഈ ലൈൻ സെഗ്മെൻറ്റ്സിൻ്റെ എൻഡ് പോയിൻറ്റ്സുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലാണ് വന്നിരിക്കുന്നത്. അതാണ് 3 പോയിൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ റേഡിയസ്. അപ്പം ടാൻ എന്ന് കേൾക്കുമ്പോൾ ടാൻ എന്താണ് ആക്ച്വലി? ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻ അല്ലെങ്കിൽ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ എന്താ പറയുക സർഫസിൽ കൂടി പെർപെൻഡിക്കുലർലി പാസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എത്രയാണോ റേഡിയസ് ആ റേഡിയസിൽ നിന്ന് പെർപെൻഡിക്കുലർലി പാസ് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ടാൻജൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു പോയിൻ്റ് റാൻഡമായിട്ട് ആക്ച്വലി ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് എന്താ പറയുന്നത് ഞാൻ ഈ ഒരു ലൈനിൽ കൂടി പാസ് ചെയ്യുന്ന ടാൻജൻ്റ് എപ്പോഴും എന്താ പറയുക നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ സർക്കിളിൻ്റെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ എന്നാൽ റാൻഡമായിട്ടൊരു ലൈൻ ഞാൻ വരച്ചിരിക്കുകയാണ് ഇങ്ങനെ. ഇതിന് നമുക്ക് ടാൻജൻ്റ് എന്ന് പറയാം. അതായത് നമ്മളെ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് ടാൻജൻ്റ് എന്ന് പറയുന്നത്. ആ ടാൻജൻ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയസിൽ നിന്ന് ആ പാസ് ചെയ്ത് പോയ പോയിൻ്റ് ഏതാണോ അതിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടത് അത് ഓൾമോസ്റ്റ് അതൊരു ഓൾമോസ്റ്റ് അല്ല അത് പെർപെൻഡിക്കുലർ തന്നെയായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കിളിൻ്റെ ഔട്ടർ സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റിനെ പറയുന്ന പേരാണ് ടാൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും ടാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് 2 ലൈൻസ് കാണും, കൂടാതെ നമ്മളൊരു പെർപെൻഡിക്കുലറും കൂടി വരച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ വരച്ച വര തന്നെ എടുക്കുകയാണ്. അപ്പം വരകൾ ജോയിൻ ചെയ്ത് വരണമെന്ന് നിർബന്ധമില്ല. പാരലൽ ആവാതിരുന്നാൽ മതി. പാരലൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ടാൻ റേഡിയസ് എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷെ എന്നാലും പാടുള്ള കാര്യമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ റേഡിയസ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ടാൻ അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സ് ഫസ്റ്റ് എനിക്ക് ആദ്യത്തെ ടാൻ താ. അപ്പോൾ അത് കഴിയുമ്പോൾ സർക്കിൾ എന്നോട് കമൻറ്റ് ബോക്സ് ഒരു സെക്കൻഡ് ടാൻ ഏതാണെന്ന് കാണിച്ചാൽ, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റേഡിയസ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ ഉള്ള ഒരു സർക്കിൾ നമുക്ക് കിട്ടും.
ഇപ്പോൾ ടാൻ്റെ ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ ലൈനിൽ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുമ്പോൾ അതേ ടാൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നത്. ഇതാണ് ടാൻ്റെ സിമ്പിൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടാൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സ് പറയുന്നത് സെക്കൻഡ് ടാൻ സെലക്ട് ചെയ്യാൻ. സെക്കൻഡ് ടാൻ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറയുന്നു റേഡിയസ് അടിച്ചു കൊടുക്കുക, സർക്കിൾ എത്ര റേഡിയസിൽ വരണം. ഞാൻ 100 അടിച്ചു കൊടുക്കുക. അതായത് ഈ ഒരു 2 ലൈനിൻ്റെ അകത്തും എത്രയാണോ വരുന്നത്, അതായത് എത്രയാണോ അതിൻ്റെ അകത്ത് റേഡിയസ് വരുന്നത്. ഇപ്പം ഞാൻ വലിയൊരു റേഡിയസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടാൻ സെലക്ട് ചെയ്തു. ടാൻ ഞാനൊരു 500 കൊടുക്കുക. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ലൈൻ നമ്മൾ പാരലലി എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ ഈ 2 ലൈനിൽ കൂടിയും ഈ സാധനം പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഈ 2 ടാൻസും ഈ ഒരു 500 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്ന അതിൽ കൂടി ഞാനിപ്പോൾ ഇതിനെ ഒന്ന് നീക്കി നോക്കിയപ്പോഴത്തേക്കും ഓൾറെഡി പാസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് നീങ്ങിപ്പോയി എന്ന് വെച്ചാൽ അതിനോട് പാസ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം. ആ ലൈനിൽ കൂടി തന്നെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുന്നത് കണ്ടോ, നമ്മൾ അതിന് സ്ട്രെച്ച് ചെയ്തൊന്ന് നീക്കി കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് അറിയാൻ പറ്റുമോ നമ്മൾ ലൈനിൽ കൂടെ തന്നെയാണോ പാസ് ചെയ്യുന്നത്, നമ്മൾ വരച്ചിരിക്കുന്നത് കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടാൻ തരും, ഒരു റേഡിയസും കാണും. ആ റേഡിയസിൽ നമ്മളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ഇങ്ങനെ സർക്കിളിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ പോയിൻറ്റ്സ് കാണത്തില്ല. അപ്പം സെൻറ്റർ പോയിൻറ്റ്സ് ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ടാൻ സെൻറ്റർ പോയിൻ്റ് തരുന്ന നമുക്കൊരു എക്സസൈസ് ഒക്കെ വരയ്ക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ടാൻ റേഡിയസ് ഒക്കെ യൂസ് ചെയ്തായിരിക്കണം വരയ്ക്കേണ്ടത്. ഇനി അതിൽ ലാസ്റ്റ് പോയിൻ്റ് എന്താ വെച്ച് ലാസ്റ്റ് ഒരു കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാനാണ്. നേരത്തെ പറഞ്ഞ പോലെ ടാൻ എന്താണെന്ന് അറിയാം. നേരത്തെ കുറച്ച് മുന്നത്തെ ഒരു റേഡിയസ് എങ്കിലും കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിലങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതായത് നമുക്കൊരു റേഡിയസോ ഒരു ഡയമീറ്ററോ ഒന്നും തന്നിട്ടില്ല. നമുക്ക് മേ ബി ഒരു റാൻഡമായിട്ടൊരു 3 ജോയിൻ ചെയ്തയോ ചെയ്യാത്തയോ ആയിട്ടുള്ള കുറച്ച് വരകളായിരിക്കും തന്നിരിക്കുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്തുള്ള വര എടുക്കും, ചെയ്യാത്ത വര എടുക്കും. അപ്പം ഞാനിത് ഒരു 3 ലൈനായിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്നിട്ട് ടാൻ എടുക്കുന്നു. അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അവർ സ്പെസിഫൈ ദ സെൻറ്റർ പോയിൻറ്റ് ഓഫ് ദ സർക്കിൾ. ഇത് ഞാൻ ഫസ്റ്റ് ടാൻ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ സെക്കൻഡ് വേണമെന്ന്, അതായത് ആ 3 സർക്കിളും പാസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. 3 സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ ഞാൻ എവിടെയാണോ സെലക്ട് ചെയ്തത് അതേ കൂടെ പാസ് ചെയ്താണ് ആ ഒരു സർക്കിൾ വന്നത്. ഈ സർക്കിൾ നമുക്കിപ്പോൾ കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഡിയസ് ഡയമീറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.